അപ്പൊ ഇത് സ്ഥിര പരിപാടിയാണ് നിങ്ങളുടെ. ആ, ഞാൻ- യാത്രക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞോണ്ട് വണ്ടി ഓടിക്കാം. അയ്യോ, ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല. പിന്നെ എന്നെ പേക്കൂത്തേരിയാന്ന് പറഞ്ഞതോ? അത് പിന്നെ പലതും പറഞ്ഞ കൂട്ടത്തില് പറഞ്ഞു പോയെന്നുള്ളൂ. ഇതൊക്കെ ട്രിപ്പ് കിട്ടാനുള്ള ഒരു ട്രിക്കാണ് രേവതി. ആദ്യം മറ്റുള്ളവരുടെ മുമ്പിലും കുറ്റം പറയുന്നതാണോ ട്രിക്ക്? അത് ഞാൻ തമാശക്ക് പറഞ്ഞതല്ലേ. പിന്നെ നീ ചില റിയാലിറ്റി ഷോകളിലൊക്കെ കാണാറില്ലേ, അവര് തമാശക്ക് വേണ്ടി ഭാര്യമാര് എന്തൊക്കെ പറയുന്നു, അത് ചുമ്മാ ചിരിപ്പിക്കാൻ വേണ്ടി പറയില്ലേ, അല്ലാതെ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യ, ഞാൻ എന്നോട് പൂ വാങ്ങിക്കാൻ വരുന്നവരോട് എന്റെ ഭർത്താവ് മൊരടനാണ്, റൌഡിയാണ്, പിശാചാണ്, മൂന്നാണെന്നൊക്കെ പറയട്ടെ. പറഞ്ഞു, എന്ത് വേണേലും പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് 4-5 മുഴം പോകും നിനക്ക് അധികം വിറ്റ് പോവെങ്കില് അതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ എന്റെ കാറിൽ കിടന്ന യാത്രക്കാരോട് ജോലിയായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് കൂടുതൽ ഓട്ടവും വരും, കൂടുതൽ കാശ് വരും. എങ്ങനെയുണ്ട് ഐഡിയ? ഞാൻ പിന്നാലെ ഹൽവയും വരും. ഹൽവയാ? കണ്ടോ, നിനക്ക് ഇഷ്ടമുള്ള ഹൽവ ഇത്. ഐസൊക്കെയല്ലേ? അല്ല, ഹൽവ വെക്കുന്നത്. തമാശയാ? എന്നാലേ 1 മാസം കഴിഞ്ഞ് ഞാൻ ചിരിച്ചോളാം. അല്ല, ഇപ്പൊന്ന് ചിരിച്ചാ കൊള്ളായിരുന്നു. ചിരിക്കോ? ഞാൻ അനുഭവം ഉണ്ടോന്നു സമാധാന പ്രിയനായിട്ട് വന്നില്ലേ, ഇനി കൂടുതൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ചിരിച്ച് 1 മാസം കഴിഞ്ഞ് ചിരിക്കാന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ചിരിച്ച്, അപ്പൊ ദേഷ്യം മാറി അല്ലേ? ഇനി പേക്കൂ തടന്നോളെന്നൊക്കെ പറയോ? ഉയ്യോ, ഇനി ആട്ടൊന്നൊരു വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. ഈ ഹൽവ കഴിക്ക്, ഈ പടി എനിക്ക് എന്താ കഴിക്ക്, കൊള്ളാമോ? മീര ഷോറൂമിൽ പോയതാ പ്രശ്നമായത്. സുധിക്ക് സംശയം തോന്നി കാണും, എന്നോട് ദേഷ്യത്തിലായിരിക്കും. ഈ ഐഡിയ വർക്കൗട്ട് ആയാൽ മതിയായിരുന്നു. സുധി എപ്പോഴാ വന്നേ? എന്നോട് ദേഷ്യത്തിലാണോ? ഞാനെന്തിനാ നിന്നോട് ദേഷ്യപ്പെടണം? നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അതല്ല എന്തെങ്കിലും കള്ളത്തരം കാണിച്ചോ? ഇപ്പോ സുധിയുടെ മനസ്സിൽ എന്താന്ന് എനിക്കറിയാം. ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ എന്നോട് കള്ളം പറയായിരുന്നല്ലേ? ഞാൻ നിന്നോട് ചിലതൊക്കെ മറച്ചു വെച്ചിരുന്നെങ്കിൽ പിന്നീട് അതൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നു. സുധി, ആദ്യം ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്റെ ജീവിതത്തിൽ ശ്രുതി നീ അറിയാത്ത ഒരു രഹസ്യമില്ല. പക്ഷെ നീ എന്തോ രഹസ്യം സൂക്ഷിക്കുന്നുണ്ട്. നീ എന്നോട് കള്ളം പറഞ്ഞു. സുധിയുടെ ക്വസ്റ്റനിങ് ഒക്കെ തീർന്നോ? ഇനി ഞാൻ പറയട്ടെ. ഏയ്, സുധി ഇതൊന്ന് നോക്കാനല്ലേ പറഞ്ഞേ? ഇതെന്താ മാലയോ? സുധിക്ക് വേണ്ടി ഈ മാല വാങ്ങിക്കാനാ ഞാൻ പോയത്. പുണ്യശേഖരമംഗലത്ത് ഒരു സ്വാമിയുണ്ട്. എന്റെ ഒരു ക്ലയന്റ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. ശക്തിയുള്ള സ്വാമിയാ. എത്ര വലിയ പ്രശ്നമായാലും അദ്ദേഹം പരിഹാരം കാണും. അദ്ദേഹത്തെ കാണാൻ പോയതാ ഞാൻ. ആ സ്വാമി പൂജിച്ചെന്ന മാല ഇത്. എന്തിനാ ഇത്? കുറച്ചു നാളായിട്ട് സുധി പേടിച്ചാണല്ലോ കഴിയുന്നേ. കവച്ചാണെന്നും പറഞ്ഞ് കളർ ഷർട്ടൊക്കെ മാറി മാറി ഇട്ടില്ലേ. ഈ മാല കഴുത്തിലിട്ടാ സുധിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ദുഷ്ടശക്തി അടുക്കില്ല. സുധിയുടെ ജീവിതത്തിൽ നല്ലത് നടക്കും. ഞാൻ അല്ലാതെ വേറെ എവിടെയും പോയതല്ല സുധി, മറ്റാരും കാണാൻ പോയതല്ല. സുധിയുടെ നല്ലതിനു വേണ്ടി ഈ മാല പൂജിച്ച് വാങ്ങിക്കാൻ വേണ്ടി പോയതാ. അതെന്തായാലും നിനക്ക് എന്നോട് പറഞ്ഞിട്ട് പോയിരുന്നില്ലേ? ഒരു സർപ്രൈസ് തരാന്ന് കരുതിയാ ഞാനത് പറയാതിരുന്നത്. നേരിട്ട് ഈ മാല തരുമ്പോ എല്ലാം പറയാന്ന് കരുതി. സുധി ഫോൺ ചെയ്തപ്പോ മീരയുടെ അടുത്ത് പോയതാണെന്ന് കള്ളം പറഞ്ഞത് അതുകൊണ്ടാ. ആ സമയത്ത് അവളെ ഷോറൂമിൽ വരുന്ന എനിക്ക് അറിയില്ലല്ലോ. അല്ല, ഞാൻ കളർ ഷർട്ട് മാറി മാറി ഇട്ടപ്പോ നീ എന്നെ കളിയാക്കിയായിരുന്നു. അന്ന് നിനക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് നീ പറഞ്ഞു. വിശ്വാസമില്ലാത്ത നീ എന്തിനാ ഇപ്പോ സ്വാമിയെ കണ്ട് ഈ മാല വാങ്ങാൻ പോയത്? പെട്ടെന്ന് വിശ്വാസം ഒന്ന് പൊട്ടിമുളച്ചോ? അത് ഇപ്പൊ നല്ല ബിസിനസ് നടക്കുന്നുണ്ട് സുധി. ജോത്സ്യം പറഞ്ഞ പ്രകാരം സുധി കളർ ഷർട്ട് മാറി മാറി ഇടാൻ തുടങ്ങിയതോടെ നല്ല മാറ്റമുണ്ട്, ഡെവലപ്മെന്റും ഉണ്ട്. ഒക്കെ കൺമുനി കാണുമല്ലേ. അപ്പോ എന്റെ മനസ്സ് മാറി. ഇപ്പോ എനിക്കും ചെറുതായിട്ട് ഇതിലൊക്കെ വിശ്വാസമുണ്ട്. അതുകൊണ്ടാ ആ ക്ലയന്റ് പറഞ്ഞപ്പോ ഞാൻ സ്വാമിയെ കാണാൻ പോയത്. നീ ഈ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു കരുതിയോ? നിന്റെ മുഖത്തുണ്ട് കള്ളത്തരം. നീ ഈ പറഞ്ഞത് മുഴുവൻ കള്ളത്തരവാ. ശ്രുതി, നിന്റെ ലൈഫില് ഞാൻ അറിയാത്ത വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു പിടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സുധിക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? സുധിക്ക് വേണ്ടി ഇത്രയും ദൂരം പോയി ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന എന്നെ പറഞ്ഞാ മതി. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി പറയാതിരുന്നപ്പോ സുധിക്ക് സംശയം. അല്ല, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടില്ലായിരുന്നു. നീ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കള്ളം പറഞ്ഞിട്ട് ഞാൻ എവിടെ പോവാനാ? അതാണിപ്പോ ഞാനും ചോദിക്കുന്നത്. ആ ബെസ്റ്റ് കപ്പിൾസിനെ തെരഞ്ഞെടുക്കാനുള്ള കോമ്പറ്റീഷനിൽ ജഡ്ജസ് പറഞ്ഞതുപോലെ നമുക്കിടയിൽ എന്തോ രഹസ്യമുണ്ടെന്ന് എനിക്കിപ്പോ തോന്നി തുടങ്ങി. എനിക്ക് വേറെ അഫയർ ഉണ്ടെന്നാണോ സുധിക്ക് തോന്നുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അതല്ലാതെ വേറെന്തോ പ്രധാനപ്പെട്ട വിഷയം നീ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സുധിക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാൻ പറയുന്നതൊക്കെ കള്ളോ. ഞാൻ സുധിയിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ടല്ലേ? സുധിക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നി? ഞാൻ എന്താ സുധിയിൽ നിന്ന് മറയ്ക്കേണ്ടത്? ഞാൻ ജീവിക്കുന്നത് തന്നെ സുധിക്ക് വേണ്ടിയാ. എനിക്ക് ആകെ ഉള്ളത് സുധിയാ. സുധിക്ക് അറിയില്ലേ, എനിക്ക് അച്ഛനുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാ. സുധിക്കൊരു പ്രശ്നം ഉണ്ടാവരുത്, സുധിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന പേടി കാരണം ഞാനിത് വാങ്ങിക്കാൻ പോയത്. സുധിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു, എന്നിട്ടും സുധിക്ക് എന്നെ വിശ്വാസമില്ല. ഞാൻ വേറെ എവിടെയും പോയതല്ല, സ്വാമിയെ കാണാൻ പോയത് തന്നെയാ. വേണമെങ്കിൽ ഞാനിപ്പോ സ്വാമിയെ വിളിക്കാം. സ്വാമിജി നമസ്കാരം. ഞാനിന്ന് സ്വാമിജിയുടെ അടുത്ത് വന്നിരുന്നു. സ്വാമിയോ? സ്വാമി എനിക്കൊരു മാല പൂജിച്ചു തന്നു, എന്റെ ഹസ്ബൻഡിന് വേണ്ടി. മറന്നോ? എന്ത് മാല? നീ എന്തൊക്കെയാ പറയുന്നത്? അതെ അതെ, അതെ ശ്രുതി തന്നെ. ഞാൻ അവിടെ വന്നിട്ടില്ല എന്നാണ്
എന്റെ ഹസ്ബൻഡ് പറയുന്നതേ സുധിക്ക് ചെറിയൊരു സംശയം. സ്വാമിജി എന്റെ ഹസ്ബൻഡിനോട് ഒന്ന് സംസാരിക്കണം. വേണ്ട 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 ആ, വേണ്ട ആ, വേണ്ട 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 ഏയ്, ദാ. എനിക്ക് സംസാരിക്കണ്ട. ഞാനവിടെ ചെന്നിരുന്നു സ്വാമിയോട് ചോദിക്കേ. വേണ്ട 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 എനിക്ക് സംസാരിക്കണ്ട. ഹലോ ഹലോ സ്വാമി. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓ അയ്യോ, കോള് കട്ടായല്ലോ. ഞാൻ ഒന്നുകൂടി വിളിക്കാം. ഏയ്, ശ്രുതി ശ്രുതി വിളിക്കണ്ട വിളിക്കണ്ട. നീ ആരെയും വിളിക്കണ്ട. നിന്നെ കുറിച്ച് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് നിന്നെ വിശ്വാസമാണ്. നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും സുധീനെ സംശയിച്ചില്ലേ? ഒരിക്കൽ ഡൗട്ട് തോന്നിയാ പിന്നെയും തോന്നും. എനിക്ക് സുധിയുടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും സുധി എന്നെ സംശയിക്കും. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ശ്രുതി. അല്ല, നീ എന്നോട് കള്ളം പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസ് തരാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന്. അല്ല, നീ ഇങ്ങനത്തെ സർപ്രൈസ് തരുന്നുണ്ടെങ്കിൽ അത് നീ മുന്നേ എന്നോട് പറയണം. മുന്നേ പറഞ്ഞ അതെങ്ങനെ സർപ്രൈസ് ആവുന്നേ? ശ്ശോ, അതും ശരിയാണല്ലോ. ദാ ഇത് കഴുത്തിലിട്. സുധി ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും. സുധിയുടെ ജീവിതത്തിൽ നല്ലത് വരും. ഇനി ഒന്നും പേടിക്കണ്ട. നാളെ ഇത് കൊണ്ടുവച്ച് പൂജാമുറിയിൽ പ്രാർത്ഥിച്ച ശേഷം ഇടാം. ശ്രുതി, നിനക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ലവ് യു സുധി. ലവ് യു ടു. ആ മാലിന്യത ഞാൻ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാം. ഓ കൃഷ്ണ, എങ്ങോട്ടാണോ സാറേ? എനിക്കൊരു ട്രിപ്പ് പോകണം. കസ്റ്റമർ വെയിറ്റിംഗ്. പേപ്പർ കാണിച്ചിട്ട് പോയിക്കോ. എന്താ ഹെൽമെറ്റ് ഒന്നും ഇല്ല എനിക്ക്? സർ, കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. ധൃതിയില് വെക്കാൻ പറ്റില്ല. ജീവനി കൊതിയൊന്നും ഇല്ലടാ. കൊതിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ സർ? കോളേജിൽ പോകാൻ എന്തിനാണ് 2 ബാഗ്? ബുക്സ് ആണ് സർ. ഈ ബാഗിലോ? ഈ ബാഗിൽ എന്താ ചോദിച്ചേ? ബാഗ് തുറക്ക്. ശരി സാർ. നീ കൊള്ളാലോടാ മോനെ. സാറേ, 3 പേരും കൂടെ ഉണ്ട്. ആഹാ, 3 കുപ്പി ബിയറും ഒരു ഫുൾ ബ്രാൻഡിയും നീ കുടിച്ചിട്ടുണ്ടോടാ? ഇല്ല സാർ, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയോ. ഇത്രയും ബോട്ടിൽ നീ എങ്ങോട്ടാ? സാർ, ഇന്നൊരു പാർട്ടി ഉണ്ട്, അതിന് പോവാ. നിശ്ചിത അളവിൽ മദ്യം വണ്ടിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ നിയമമുണ്ടോ സാർ? നിനക്ക് എത്ര വയസ്സാടാ? വണ്ടി ഓടിക്കാനും ഇത് വാങ്ങിക്കാനുള്ള പ്രായമൊക്കെ ആയി. സാറേ, എന്താ പ്രശ്നം? എനിക്ക് അറിയാവുന്ന ആളാ. പ്രശ്നം എന്താണോ? കോളേജിൽ പഠിക്കുന്ന പയ്യന് പട്ടാപ്പകല് കുപ്പിയും വാങ്ങിച്ച് ബിയറും വാങ്ങിച്ച് പാർട്ടിക്ക് പോവുക. സാറേ, ഇത് വേറെ ആരോടെങ്കിലും പറ. ആദ്യം ഇദ്ദേഹം കുടിച്ചിട്ടുണ്ടോ നോക്ക്. നിനക്ക് വായില് നാവിത്തിരി കൂടുതലാണ്. നീ ആരോടാണ് സംസാരിക്കുന്നത് ഓർമ്മ വേണം. അഹങ്കാരം എന്നോട് കാണിക്കണ്ട. തൂക്കെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവന്റെ വയസ്സാണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ലോകം തിരിച്ചറിഞ്ഞിട്ടില്ലവൻ. സാർ, ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ലൈസൻസ്. ലൈസൻസ് ഒക്കെ കറക്റ്റാ സാറേ. വേണമെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാത്തതിന് പെറ്റി അടിച്ചോ. ഇതൊക്കെ കറക്റ്റാ, പക്ഷെ നീ കറക്റ്റ് അല്ല. സാറേ, കുപ്പിയായിട്ട് പോകുന്നോണ്ടേ ഞാനൊരു മുഴി കുടിയനാണെന്ന് വിചാരിക്കരുത്. മാസത്തില് 2-3 തവണ കുടിക്കും, അത്രേ ഉള്ളൂ. മറ്റു ചിലരെ പോലെ രാവും പകലും പ്രശ്നം ഉണ്ടാക്കുന്നവനല്ല ഞാൻ. സാറേ, ആദ്യം 2-3 വട്ടമൊക്കെ തുടങ്ങാം, പിന്നെ അത് 5-6 ഒക്കെ ആവും, പിന്നെ അത് 365 ദിവസമാവും. സാറേ, ചിലരൊക്കെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാ. സാറേ, അനുഭവത്തിലുള്ളത് മാത്രമാണ് നമ്മൾ പറയുക. ഒരു തുള്ളി പോലും കുടിക്കാത്ത കവികള് മദ്യം കുടിച്ചാൽ ഉണ്ടാകുന്ന അനുഭൂതികളെ കുറിച്ച് കവിതകളൊക്കെ എഴുതിയിട്ടില്ലേ? ഇല്ല സാർ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവുന്നുണ്ടേ. കാർ ഡ്രൈവറോട് പ്രൊഫസറെ പോലെ ക്ലാസ് എടുക്കണമെന്ന് പറ സാറേ. പുസ്തകത്തിലുള്ള പാഠഭാഗങ്ങൾ മാത്രമേ പ്രൊഫസർ പഠിപ്പിക്കൂ. ഒരു കാർ ഡ്രൈവർക്ക് അവരെ പഠിപ്പിക്കാത്ത പുറത്തുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. അനുഭവിക്കുമ്പോഴേ ചിലരൊക്കെ പഠിക്കൂ. സാറേ, പേപ്പറൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റാണെന്ന് പറഞ്ഞല്ലോ. ഹെൽമെറ്റിന്റെ ഫൈനിങ് തന്നു കഴിഞ്ഞാൽ എനിക്ക് പോവായിരുന്നു. എഴുതി കൊടോ. ഓവർ നിന്റെ സംസാരം. ഒരു നാളെ കുടിച്ച് വണ്ടി ഓടിച്ച് നിന്നെ എന്റെ കൈ കിട്ടും. അന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം. ഞാൻ കുടിച്ചിട്ട് വണ്ടി ഓടിക്കില്ല സാറേ. സാറേ, കുടിച്ചാലേ ഞാൻ അതുപോലത്തെ വണ്ടി വിളിച്ചു പോകും. എന്നെ പോലുള്ളവരെ കൊണ്ടുവിടാനാണല്ലോ ഡ്രൈവർമാര്. സാറേ, ആര് ട്രിപ്പ് വിളിച്ചാല് ഞങ്ങൾ ഡ്രൈവർമാര് പോകും സാറേ. എത്തിക്കേണ്ട സ്ഥലത്ത് ഭദ്രമായിട്ട് കൊണ്ടെത്തിക്കും. പക്ഷേ കുടിച്ച് ഓഫായി പോയാലേ വണ്ടി വിളിക്കാൻ പറ്റാതെ കൊണ്ടുപോകാൻ ഒരു വണ്ടിയും താനേ വരില്ല, അവിടെ കിടക്കും. അത് മനസ്സിലാക്കിയാ നല്ലത്. സാറേ, ഞാൻ പൊയ്ക്കോട്ടെ. പഠിക്കോ. പക്ഷേ ഈ കയ്യിലുള്ള സാധനം എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോയാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇവൻ പറഞ്ഞ അവസ്ഥ നാളെ നിനക്കുണ്ടാവും. കാശ് കൊടുത്ത് വാങ്ങിയ സാധനമല്ല സാറേ, അങ്ങനെ കളയാൻ പറ്റൂ? കളയണ്ടടാ, നീ നിന്റെ വായിലോട്ട് ഒഴിച്ചോ. നിനക്ക് ഇവൻ അറിയാന്നല്ലേ പറഞ്ഞേ? മുമ്പ് അറിയായിരുന്നു സാറേ, ഇപ്പൊ അറിയില്ല. ചെല്ലില്ല പോ. നശിക്കാനായിട്ട് നടക്കുക. സർ, സാർ ചോദിച്ച എല്ലാ മോഡലുകളും ഇവിടെ തന്നെ ഉണ്ട്. നോക്കിയോളൂ. മനോജ് സർ, സാറിന് ഈ വീക്കിൽ വന്ന ലേറ്റസ്റ്റ് മോഡൽസ് ഒക്കെ ഒന്ന് കാണിച്ചു. ഓക്കെ സർ. സാറിന് ഏത് മോഡലാണ് വേണ്ടത്? ഇത് പുതിയ മോഡൽ സർ. സർ, നമസ്കാരം. എന്താ നോക്കുന്നത്? ഫ്രിഡ്ജാണോ അതോ വാഷിംഗ് മെഷീൻ ആണോ? എല്ലാം ലേറ്റസ്റ്റ് മോഡലാ. ഇതൊക്കെ നോക്കാനായിട്ട് ഞാൻ എന്തിനാ ഇവിടെ വരണം? ഇതൊക്കെ എന്റെ വീട്ടിലില്ലേ? ഞാൻ അവിടെ നോക്കിയാ പോലെ. അല്ല, വേറെ എന്താ നോക്കുന്നത്? നിങ്ങളല്ലേ സുധി? അതെ, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. എന്താ കാര്യം? ഒരു ലെറ്ററാ, ഇതൊന്ന് വായിച്ചു നോക്ക്. പിടിക്കേ. ഇതിൽ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഒന്നും ഇല്ലല്ലോ. ഫ്രം അഡ്രസ് എന്റേത്, ടു അഡ്രസ് നിങ്ങളുടേത്. നേരിട്ട് തരുന്നോണ്ടാ എഴുതാത്തത്. അഡ്രസ് ഒക്കെ എഴുതി പോസ്റ്റ്മാൻ കൊണ്ട് തന്നാലേ നിങ്ങൾ വാങ്ങിച്ച് വായിക്കുന്നുണ്ടോ? നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് നിങ്ങൾ എന്തിനാ അറിയുന്നത്? ഇത് തരേണ്ടത് എന്റെ ജോലി, വാങ്ങിച്ച് വായിക്കേണ്ടത് നിങ്ങളുടെ ജോലി. വായിക്കേ. എടോ, നിന്റെ സംസാരം ശരിയല്ലല്ലോ. സർ, എന്താ പ്രശ്നം? എടോ, തനിക്കെല്ലാം വിശദമായിട്ട് അറിയണം. ഇവിടെ എന്താ ഗാനമേള നടക്കുന്നുണ്ടോ? എടോ, എന്തിനാ ഇവിടെ ശ്രദ്ധിക്കുന്നത്? പോയി കസ്റ്റമേഴ്സിനെ ശ്രദ്ധിക്കണോ? കസ്റ്റമേഴ്സ് കുറവാണ് സർ. കസ്റ്റമേഴ്സ് കുറവാണെങ്കിൽ റോഡിൽ ഇറങ്ങി വിളിച്ചു വരുത്തണോ? അതിനാണല്ലോ മാസം ഇൻസെന്റീവ് വരുന്നത്.